ധൂർത്ത് ചെയ്യല്ലേ, വല മഖീല, ആളെ കാണിക്കാനും വേണ്ടി നിങ്ങൾ ചെയ്യല്ലേ. സുബ്ഹാനല്ലാഹ്. ലക്ഷങ്ങൾ വില വരുന്ന വസ്ത്രമാണ് പുതുനാരി പെണ്ണിന് അണിയിച്ചു കൊടുക്കുന്നത് അല്ലേ. ഒരൊറ്റ ദിവസത്തെ കല്യാണത്തിന്റെ പകലിൽ വാടക കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. വേണമെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. ഈ പൈസക്ക് വാങ്ങിയിട്ട് അത് ഒന്നിനും ഉപകാരപ്പെടാതെ, ഒരാൾക്കും പറ്റാതെ ധൂർത്തല്ലേ, ഇസ്രാഫല്ലേ ആ പൈസ മുഴുവനും ഒരു ഉപകാരത്തിൽപ്പെടാതെ മാറ്റിവെക്കപ്പെടുന്നത്. വിവാഹത്തിന്റെ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം മുഅ്മിനീങ്ങളെ. കുലു വഷ്റബു, തിന്നോളി കുടിച്ചോളി, പക്ഷേ വലാ തുസ്രിഫു, ഇസ്രാഫ് ചെയ്യല്ലേ, ധൂർത്ത് ചെയ്യല്ലേ. ഭക്ഷണം കിട്ട് വിളമ്പിയിട്ട് എന്തൊക്കെ ഐറ്റംസ് വേണം. തന്റെ അയൽപക്കക്കാരന്റെ കല്യാണത്തിന് ഇത്ര ഉണ്ടായിരുന്നു, എന്നാ പിന്നെ കാറ്ററിംഗ് ഗ്രൂപ്പിന് കൊടുക്കുകയാണ് ഓർഡർ, എന്നാ പിന്നെ അതിലും ഒരു 4 ഐറ്റംസ് ഒന്ന് ഏറെ വെച്ചോളിയും. ഇവനത് ഒപ്പുണ്ടായിട്ടല്ല, ഒപ്പില്ലോരും ചെയ്യാൻ പാടില്ല. എന്നിട്ട് ഈ മത്സരം, എന്നിട്ട് കുറെ വേസ്റ്റ്, ശരീരത്തിന് കുറെ കൊളസ്ട്രോളും കുറെ എണ്ണയും കുറെ അസുഖങ്ങളും കിട്ടുക എന്നല്ലാതെ സുബ്ഹാനല്ലാഹ്, എത്രയോ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ കഷ്ടപ്പെടുന്ന പാവങ്ങളുടെ മുമ്പിലാണ് നമ്മൾ ഈ ധൂർത്ത് ചെയ്യുന്നത് നോക്കണം. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാതീൻ, പിശാചുക്കളുടെ കൂട്ടുകാരാണ് ഈ ധൂർത്ത് ചെയ്യുന്ന ആളുകൾ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോ ആ കാര്യങ്ങൾ വിശദമായിട്ട് പറയാം. ഇവിടെ നമ്മൾ ഒന്നുകൂടെ ചില വിഷയങ്ങൾ സ്ത്രീയുടെ സൗന്ദര്യവുമായി ബന്ധപ്പെട്ട്, അവളുടെ ഭംഗിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിരോധിച്ച വിഷയമാണ് ഖഅഖഅത്തുൽ ഖൽഖാൽ അല്ലേ. ഈ വലിയ പെണ്ണുങ്ങൾ, അതായത് പ്രായപൂർത്തിയെത്താറായിട്ടുള്ള പെൺകുട്ടികൾ, അവർ ഈ ശബ്ദമുള്ള അലങ്കാരമുള്ള ഈ ആഭരണങ്ങൾ ഉപയോഗിക്കരുത്. അത് പുരുഷന്മാരുടെ ശ്രദ്ധ ക്ഷണിക്കാൻ പിശാച് സഹായിക്കുന്ന വിഷയമാകയാൽ അതുകൊണ്ട് വലാ യദ്രിബന ബിഅർജുലിഹിന്ന എന്ന പ്രയോഗം അല്ലാഹു തആല സ്വീകരിച്ചു. ചിലർ ചോദിക്കുമ്പോൾ ചെറിയ ആൺകുട്ടികൾക്ക് സ്വർണ്ണം ഇടാന്നതിന് വിരോധമുണ്ടോ? ചെറിയ കുട്ടികൾക്ക്, ചെറിയ ആൺകുട്ടികൾക്ക് ഇപ്പൊ സ്വർണ്ണം ധരിപ്പിച്ചു, ചെറിയ കുട്ടികൾക്ക് എന്താ അതിന്റെ വിധി? നിങ്ങൾ സ്വർണ്ണം ധരിക്കണില്ലേ, കൊടുക്കണില്ലേ, ഒരു വിരോധമില്ല. പക്ഷെ അത് ഹലാലാണ്. പുരുഷൻ എന്ന് പറയുമ്പോ കുട്ടിനെ പറ്റി അതൊരു പുരുഷനാന്ന് പറയോ? ആണോ? ഒരു വയസ്സുള്ള കുട്ടി ഒരു പുരുഷനാ? അല്ല, കുട്ടിയാണ്. അവർക്കത് ജായിസാണ്. അലാ റിജാലി ഉമ്മത്തി, എന്റെ സമൂഹത്തിലെ ആണുങ്ങൾക്കത് ഹറാമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹലാലായത് നമ്മൾ പിടിച്ചിട്ട് എന്താക്കണ്ട, ഹറാമാക്കണ്ട. ഹലാലായിട്ട് തന്നെ കടന്നോട്ടെ. നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ സ്വർണ്ണം ഇടണ്ട, സ്വർണ്ണത്തിനൊക്കെ വില കൂടുതലാ, അങ്ങനെയൊക്കെ പറഞ്ഞോളി. ഇത് ഹറാമാന്ന് പറയല്ലേ, കുഴപ്പമില്ല. എന്നാ പിന്നെ മാമൂലൊക്കെ ഒന്ന് നിർത്തുക. നമ്മൾ സ്വർണ്ണം അങ്ങനെ എന്താ പോയി ഷൂട്ടിങ്, എന്താ പോകുന്ന പോക്ക്. അപ്പൊ പിന്നെ മസാല വെച്ചിട്ട് എന്ത് ചെയ്യേണ്ട, അതിനെ നമ്മൾ മറിക്കരുത്. അത് ഹലാലാണ്, കൊച്ചുമക്കളല്ലേ, അവർക്കത് ജായിസാണ്. വേണ്ടാത്തൊരു ഒഴിവാക്കിക്കോളൂ, കുഴപ്പമില്ല. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയം അൽ വഖാറു ഫിൽ മശ്യി വൽ ഹദീസ്. നടക്കുന്ന സമയത്ത് മാത്രമല്ല ഈ ഒരു പക്വത പാലിക്കേണ്ടത്, സംസാരത്തിലും മക്കൾ പക്വത പാലിക്കണമെന്നാണ്. അത് ആണും പെണ്ണും അങ്ങനെയാണ്. മഹാനായ ഇമാം സമഖ്ശരി റളിയല്ലാഹു അൻഹു അവരുടെ തഫ്സീർ നസഫിയിൽ ഇന്ന സീന അല്ലതി യജിബു ഇഖ്ഫാഉഹാ, ഒരു പെണ്ണ് മറച്ചു വെക്കേണ്ട ഭംഗി എന്ന് പറഞ്ഞത് ഖദ് തകൂനു മൗദിഅൻ ഫിൽ ജിസ്മി, ശരീരത്തിലെ ഒരു ഭാഗമാകാം, ഔ ഹറകതൻ ലിഉദ്വിൻ, ഒരു ശരീരത്തിന്റെ അനക്കമാകാം, ഒരു ഭാഗത്തിന്റെ അനക്കമാകാം, ഔ തരീഖതൻ ഫിൽ കലാമി അവിൽ മശി, സംസാരത്തിലോ നടത്തത്തിലോ ഉള്ള ഒരു രീതിയാകാം. അതുപോലും മറച്ചു വെക്കേണ്ടതാണ്. സുബ്ഹാനല്ലാഹ്. ഔ ഹില്യതൻ മിമ്മാ തതസയ്യനു ബിഹിൻ നിസാ, പെണ്ണുങ്ങൾ അലങ്കാരത്തിന് സ്വീകരിക്കുന്ന ചില ആഭരണങ്ങളാകാം. മിമ്മാ യൽബസ്ന ഔ ഗൈറ ദാലിക്, ഇങ്ങനെ പലതും ഈ വിഷയത്തിൽ വരുന്നുണ്ടെന്ന് ഈ ആയത്തിനെ തഫ്സീർ ചെയ്ത മഹാനായ സമഖ്ശരി റളിയല്ലാഹു തആല അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അത്തഅത്തുർ, അത്തർ പൂശുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസ്, കുല്ലു ഐനിൻ സാനിയ, എല്ലാ കണ്ണും വ്യഭിചരിക്കുന്നതാണ്. വൽ മർഅതു, ഏതൊരു പെണ്ണും ഇദസ്തഅതറത്, സുഗന്ധം പൂശുകയും, ഫമറത് ബിൽ മജ്ലിസി, അന്യ ആളുകൾ ഇരിക്കുന്ന മജ്ലിസിലൂടെ നടന്നു പോവുകയും ചെയ്താൽ, ഫഹിയ കദാ വകദാ, അവൾ ഇന്നവളെ പോലെയാ എന്ന് പറഞ്ഞാൽ സാനിയ, അവൾ വ്യഭിചാരിയാണ് നാം മനസ്സിലാക്കുക. ബുദ്ധിയുള്ള മുഅ്മിനീങ്ങളുടെ വിധിയെഴുത്ത് അങ്ങനെയാണ്. അല്ലാഹുവിന്റെ മലക്കുകൾ അതിനെ അങ്ങനെയാണ് വിധി എഴുതുകയെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസ്, അയ്യുമംറഅത്തിൻ, ഏതെങ്കിലും ഒരു പെണ്ണ് ഇസ്തഅതറത്, അവൾ സുഗന്ധം പൂശുകയും, ഭർത്താവിന് വേണ്ടി സുഗന്ധം പൂശിക്കോട്ടെ, അവളുടെ വീട്ടിൽ
അവളുടെ പെണ്ണുങ്ങളുള്ള വീട്ടിൽ, അവളുടെ കുടുംബത്തിന്റെ ഉള്ളിൽ, അവളുടെ ജായിസായുടെ മുമ്പിൽ അവൾ ആവാം. അതല്ല, പുറത്തിറങ്ങുമ്പോൾ അന്യ ആളുകളുമായി ഇടപഴകുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ അവൾ സുഗന്ധം പൂശി ഇറങ്ങൽ ഹറാമാണ് പെണ്ണിനെ സംബന്ധിച്ച്. എന്തുകൊണ്ട് ഹറാമാണ്? ഫമറത്ത് അലാ ഖൗമിൻ, അവളൊരു സമൂഹത്തിനരികത്തുകൂടെ പോയി, ലിയജിദു റീഹഹ, അവളുടെ ഈ സുഗന്ധമൊക്കെ അവരൊന്ന് മണക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങ് നടന്നാൽ, ഫഹിയ സാനിയത്തുൻ വകുല്ലു ഐനിൻ സാനിയ, അവൾ സിന ചെയ്യുന്നവളാണ്, അവളെ നോക്കുന്ന കണ്ണ് സിന ചെയ്യുന്ന കണ്ണാണെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനഃപൂർവ്വം ആൾക്കാരെ മണക്കട്ടെ എന്ന് വിചാരിച്ച് നടക്കുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്, എന്താണ് ഇതിന്റെയൊക്കെ ചെയ്യുക? മആദല്ലാഹ് എന്ന് പറയാം. ഒരു പെണ്ണിന് അങ്ങനെ ദുർഗന്ധം എന്ന് വിചാരിക്കുക, അവള് സുഗന്ധം ഉപയോഗിച്ചു, ഒരു കുഴപ്പമില്ല, അവളത് മറ്റുള്ളവരെ മണപ്പിക്കണം, അവളുടെ ദുർഗന്ധം മറച്ചു വെക്കലേ, അതല്ല. ഇത് അന്യ ആളുകൾ എന്നെ ഇങ്ങോട്ട് നോക്കണം, ഞാനങ്ങ് പോയാൽ 1 കിലോമീറ്ററോളം എന്റെ മണം ഇങ്ങോട്ട് ബാക്കിൽ വരണം, ഇങ്ങനെ പൈശാചികമായ ചിന്തയിൽ നടക്കുന്ന പെണ്ണുങ്ങൾ അന്യ ആളുകളുടെ മുമ്പിലേക്ക് അത്തർ പൂശി നടക്കുന്നത് വ്യഭിചരിക്കുന്ന പെണ്ണാണെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാ പിന്നെ സൗജ് ഭർത്താവിന് വേണ്ടി ഇത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഭർത്താവിന് വേണ്ടി അണിഞ്ഞൊരുങ്ങേണ്ടവളാണ് പെണ്ണ്. ഭർത്താവിന്റെ മുമ്പിൽ അവൾ എന്ത് ചെയ്യരുത്? അവൾ ദുർഗന്ധത്തിലല്ല നിൽക്കേണ്ടത്, നല്ല സുഗന്ധത്തിൽ സൗന്ദര്യവതിയായിട്ടാണ് അവൾ ഭർത്താവിന്റെ മുമ്പിൽ നിൽക്കേണ്ടത്. അതിനെന്താണ് ഹദീസ്? അന്ന സൗജത ഉസ്മാൻ ഇബ്നു മദ്ഊൻ, മഹാനായ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ, അവരെ ധാരാളം സുഗന്ധം ഉപയോഗിക്കുന്ന സ്ത്രീയായിരുന്നു ആദ്യകാലം. അവരെ മൈലാഞ്ചി പൂശുന്നവരായിരുന്നു. അങ്ങനെ പിന്നെ അതൊക്കെ നിർത്തി, പാടില്ലെന്ന് പറഞ്ഞപ്പോ അതൊക്കെ നിർത്തി. അങ്ങനെ ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് വന്നു, കയ്യിൽ മൈലാഞ്ചിയില്ല, അതുപോലെ തന്നെ ശരീരത്തിൽ എന്തില്ല, സുഗന്ധമൊന്നും ഇല്ലാതെ വന്നു. ഈ മൈലാഞ്ചി പെണ്ണുങ്ങൾക്ക് നല്ലതാണ്, ഉത്തമമാണ്, അവര് ചെയ്യുന്നത് കൂലിയാണ് എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മള് ഈ നൈൽ പോളിഷിനെ കുറിച്ചിട്ട് പറയാനുണ്ട് ഇൻഷാ അല്ലാഹ്. അങ്ങനെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മുമ്പിലേക്ക് വന്നു. അപ്പൊ അത്തറുമില്ല, ഒരു മൈലാഞ്ചി ഒന്നുമില്ലാതെ വന്നത്. അവരതൊക്കെ ചെയ്തിരുന്ന പെണ്ണായിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹക്ക് വല്ലാത്ത അത്ഭുതം. എന്തേ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തത്? എന്തേ നിങ്ങൾക്ക് ഭർത്താവില്ലേ? നിങ്ങൾ കല്യാണം കഴിഞ്ഞ പെണ്ണല്ലേ, ഭർത്താവുള്ള പെണ്ണല്ലേ നിങ്ങൾ, എന്നിട്ട് എന്തേ നിങ്ങൾ ഇതൊന്നും ചെയ്യാത്തത്? ഫഖാലത്ത് ലഹാ, അപ്പൊ അവര് പറഞ്ഞു, യാ ഉമ്മുൽ മുഅ്മിനീൻ, അല്ലയോ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. നോക്കണത് വല്ലാത്തൊരു വാക്കാണ് ഈ മഹദി പറഞ്ഞത്. ഇന്ന ഉസ്മാൻ ഇബ്നു മദ്ഊൻ, എന്റെ ഭർത്താവ് ഉസ്മാൻ ഇബ്നു മദ്ഊൻ, ലാ യുരീദു ദുനിയ, അവർക്ക് ദുനിയാവ് വേണ്ട, വലാ യുരീദു നിസാ, പെണ്ണുങ്ങളും അവർക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ആളൊന്നും അല്ല എന്റെ ഭർത്താവ് ഉസ്മാൻ ഇബ്നു മദ്ഊൻ എന്ന് ഈ മഹദി പറഞ്ഞു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നേരെ നബി തങ്ങളോട് ചെന്ന് പറഞ്ഞു കൊടുത്തു, നബിയെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അങ്ങനെ നബി തങ്ങൾ ഉസ്മാൻ ഇബ്നു മദ്ഊൻ എന്നവരെ കണ്ടപ്പോ ചോദിച്ചു, യാ ഉസ്മാൻ, അല്ലയോ ഉസ്മാൻ. അത് ഉസ്മാൻ ഇബ്നു മദ്ഊൻ എന്ന സഹാബിയാണ്. കഅബയുടെ താക്കോലുമായൊക്കെ ബന്ധപ്പെട്ട സൂക്ഷിപ്പുകാരനായിരുന്നു ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു. അവരോട് ചോദിച്ചു, തുഅ്മിനു ബിമാ നുഅ്മിനു ബിഹി, നബി തങ്ങൾ ചോദിക്കുക, ഉസ്മാൻ, നമ്മൾ വിശ്വസിക്കുന്നതിലൊക്കെ നിങ്ങൾക്ക് വിശ്വാസമല്ലേ എന്ന് ചോദിച്ചു. നഅം യാ റസൂലല്ലാഹ്, ഉണ്ട് നബിയേ. എന്നാ പിന്നെ നമ്മളെ കണ്ട് പഠിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ, നിന്റെ ഭാര്യയെ നീ ഒഴിവാക്കല്ലേ, അവരോട് ആഗ്രഹമില്ലെന്ന് നീ പ്രകടിപ്പിക്കല്ലേ, അവരോട് സ്നേഹം കാണിക്കുക. ഞാൻ എന്റെ കുടുംബത്തോടൊപ്പം ജീവിക്കുന്നില്ലേ, ഞാൻ ചെയ്യുന്നത് ദീനല്ലേ, എനിക്ക് ഭാര്യമാരില്ലേ, അതുകൊണ്ട് നിന്റെ ഭാര്യയ്ക്ക് നിന്നോട് ഇഷ്ടമില്ല, നിന്റെ ഭാര്യയോട് നിനക്ക് ഇഷ്ടമില്ല എന്ന രീതിയിൽ നീ പെരുമാറല്ലേ, അവരോട് അങ്ങനെ കാണിക്കല്ലേ, നീ അവരെ സമീപിക്കണം, അങ്ങനെ നല്ല കുടുംബജീവിതം നയിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഈ ഹദീസ് ഫിഖ്ഹ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ചർച്ചക്കെടുത്തൊരു ഹദീസാണ്. എന്താണ് ഇവിടെ വിഷയം? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എന്തുകൊണ്ട് ഈ വിഷയം അല്ലാഹുവിന്റെ റസൂലിലേക്ക് എത്തിച്ചു? അത് പറഞ്ഞത് ഭർത്താവുള്ള ഒരു വഹിയ ദാതു സൗജിൻ, ഭർത്താവുള്ള ഒരു പെണ്ണ് ഇതൊക്കെ ചെയ്യണം എന്നാണ്. കുട്ടികളെ നോക്കിയിട്ട് പാത്രം കഴുകിയിട്ട് എനിക്ക് നേരം കിട്ടണ്ടേന്ന് എന്ത് ചെയ്യരുത്, പെണ്ണത് പറയുന്നത്. കുറച്ചു നേരം ഇരുന്നിട്ട് എന്ത് ചെയ്യുന്നു, മൈലാഞ്ചിട, ഒന്ന് അത്തറ പൂശ, അഴുക്കുള്ള ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിവെക്കുക, അവൾ ഭർത്താവിന് വേണ്ടി അണിഞ്ഞൊരുങ്ങുക, അത് സുന്നത്തുള്ള വിഷയമാണ്. അപ്പോഴല്ലേ ഹറാമിൽ നിന്ന് അകന്ന് അള്ളാഹു ഹലാലാക്കിയ ഹലാലിലൂടെ അതിൽ തന്നെ അള്ളാഹു കൂലി തരികയും ചെയ്യും. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഭർത്താവുള്ള ഒരു പെണ്ണങ്ങനെ ചെയ്യണം എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ഇതിൽ നിന്ന് മനസ്സിലാക്കി. വസ്തിൻകാറു ആയിഷ റളിയല്ലാഹു അൻഹ തർക്കൽ ഖിതാബി ഖിതാബി വത്വീബി
യുശ്ഇറു ബിഅന്ന ദവാത്തിൽ അസ്വാജ് യഹ്സുനു മിൻഹുന്ന തസയ്യുനു ലിൽ അസ്വാജ് ബിദാലിക്. ഇതാണ് മസ്അല. ഭർത്താവുള്ള പെണ്ണുങ്ങൾ അവരുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടി ആ പെണ്ണുങ്ങൾ ഭംഗിയാവേണ്ടതാണ്. ഇതൊക്കെ ഉമ്മമാര് മക്കളെ കെട്ടിച്ചേക്കുമ്പോൾ പറഞ്ഞു കൊടുക്കണം. അങ്ങനെയാണ്. ഇത് മാതാപിതാക്കൾ മക്കളുമായി വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യണം, പറഞ്ഞു കൊടുക്കണം, അറിയിച്ചു കൊടുക്കണം, അറിഞ്ഞില്ലെങ്കിൽ എന്നർത്ഥം. മറ്റൊന്ന്, അപ്പോ എവിടെ പറ്റും പറ്റില്ലെന്ന് മനസ്സിലായി. സുഗന്ധം അന്യ ആളുകളുടെ മുമ്പിൽ പറ്റില്ല, പക്ഷേ ഭർത്താവിന്റെ മുമ്പിൽ അത് ചെയ്യൽ ഏറ്റവും നല്ലതാണെന്ന് വരെ ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുകയാണ്. ഇനി പട്ടിനെ സംബന്ധിച്ചാണ് നമ്മളൊന്നും പട്ടുവസ്ത്രം ഇട്ട് തുടങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു. ഇനി കാലമൊന്ന് മുന്നോട്ട് ചെന്നാൽ നമ്മുടെ നൂറ്റാണ്ടിലാണോ നല്ലതെന്ന് അറിയില്ല, അങ്ങനെ വ്യാപകമായി പുരുഷന്മാർ പട്ടുവസ്ത്രം ഉടുക്കുന്ന ഒരു ശൈലി വരുമെന്നാണ്. ഇന്നങ്ങനെ പട്ടു സാരികൾ എന്ന് പറഞ്ഞിട്ടാണ് കമ്പോളങ്ങളിൽ വലിയ വലിയ ഒച്ചപ്പാടുകളും പരസ്യങ്ങളൊക്കെ നടക്കുക. ഞാണുങ്ങൾക്ക് പറ്റിയത് ഞങ്ങളുടെ അടുത്തുണ്ട് എന്ന് പറയുന്ന ഒരു അവസ്ഥ വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ്. നല്ല ഒന്നാം നമ്പർ സ്യൂട്ടും ഷർട്ടൊക്കെ കാണിച്ചിട്ട് ഇതാ ആണുങ്ങൾക്ക് പറ്റിയ നല്ല ഒന്നാം തരം കാഞ്ചീപുരം ഇതാ കിടക്കുന്നു എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നു. അത് ഹറാമാണ്. പുരുഷനിത് ഹറാമാണ്. എന്താണ് അതിന്റെ സിറം? ഇസ്ലാമിന്റെ വിഷയങ്ങളിൽ ചില ഹറാമുകളുടെ ഹിക്മത്ത് നമുക്ക് മനസ്സിലാകും. ചിലത് എന്തിനാണ് പറഞ്ഞത്, ചിലതിന്റെ ഹിക്മത്ത് നമുക്ക് മനസ്സിലാക്കി തന്നിട്ടില്ല. അത് അങ്ങനെ തന്നെ അള്ളാഹു ഉദ്ദേശിച്ചത് കൊണ്ടാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ തസ്ലീം, അള്ളാഹുവിനെ നമ്മൾ അങ്ങ് കീഴൊതുങ്ങി കൊടുക്കുക എന്ന ഇസ്ലാം എന്ന വാക്കിനെ അള്ളാഹു സ്ഥാപിക്കുവാനോ വേണ്ടി ചെയ്യുന്നതാണ് എന്ന് മഹാന്മാരായ ഫഖഹാക്കൾ പറയുന്നു. അള്ളാഹുവിന്റെ ചില രീതികൾ അതാണ്. എന്താണ് ഇപ്പൊ നമുക്ക് നിസ്കരിച്ചൂടെ, പ്രാർത്ഥന എല്ലാ നേരത്തും പ്രാർത്ഥിച്ചൂടെ, പക്ഷെ 5 വക്ത് നിസ്കരിക്കൽ നിർബന്ധം. എന്താ അത്? ഇസ്ലാം. അള്ളാഹുവിനെ നമ്മൾ കീഴൊതുങ്ങി. ഈ നേരത്ത് ഞാൻ അള്ളാഹുവിനനുസരിച്ചേ പറ്റൂ. അല്ലാത്തടത്തൊക്കെ നീ പ്രാർത്ഥിച്ചോ. നോമ്പ് നമ്മൾ എല്ലാ കൊല്ലം എടുക്കുന്നില്ല, പക്ഷെ റമദാൻ നീ നോറ്റേ പറ്റൂ. യു ലൈക്ക് ഇറ്റ് ഓർ നോട്ട്, അതിവിടെ വിഷയമല്ല. നീ അത് ചെയ്തേ പറ്റൂ. അള്ളാഹുവിന് ഒതുങ്ങി കൊടുക്കുകയാണ്. ചാരിറ്റി, സ്വതക്ക നീ എത്ര വേണമെങ്കിൽ കൊടുത്തോ. സകാത്ത് നീ അത് കൊടുത്തേ പറ്റൂ. യാത്ര നീ എവിടേക്കെങ്കിലും പോയിക്കോ, പക്ഷെ നിനക്ക് സാധിക്കുമെങ്കിൽ മക്കയിലേക്ക് പോയി ഹജ്ജ് ചെയ്യൽ നിനക്ക് നിർബന്ധം. അത് അള്ളാഹുവിന് ഇസ്ലാം ചെയ്യാൻ, അതല്ല ഇസ്ലാമിന്റെ ഘടകം. അസ്ലം എന്ന് പറഞ്ഞത് സബ്മിറ്റ്. നമ്മുടെ ആഗ്രഹങ്ങൾ അള്ളാഹുവിന് വേണ്ടി മാറ്റിക്കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെ ചില ഹിക്മത്തുകൾ ഇതിന്റെ പിന്നിലൊക്കെ ഉണ്ടാകാനിടയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പട്ടുവസ്ത്രത്തിന്റെ ഒരു കഷ്ണം ഒരു കയ്യിലും മറ്റൊരു കയ്യിൽ സ്വർണവും വെച്ച്, ഇടത് കയ്യിൽ സ്വർണവും വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന്റെ മുമ്പിലേക്ക് വന്നു. തങ്ങളുടെ ആ ഒരു ടീച്ചിങ്ങിന്റെ രീതി നോക്കൂ. സാധനം കാണിച്ചു കൊടുത്തിട്ട് പഠിപ്പിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇന്ന ഹാദൈൻ, ഈ 2 സാധനം, സിൽക്ക് ആൻഡ് ഗോൾഡ്, ഈ പട്ടും ഈ സ്വർണവും, ഹറാമുൻ അലാ ദുകൂരി ഉമ്മത്തി, എന്റെ ഉമ്മത്തിലെ പുരുഷന്മാർക്ക് അത് ഹറാമാണ്, ഹില്ലുൽ ലിഇനാസിഹിം, അവരിലെ പെണ്ണുങ്ങൾക്ക് അത് ഹലാലുമാണെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ ഇബ്നു മാജ തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഒരാളുടെ കയ്യിൽ ഒരു മോതിരം കണ്ടിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മോതിരം എടുത്തിട്ട് അങ്ങോട്ട് ഊരിയിട്ട് തങ്ങളണ്ട് എറിഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, യഅമദു അഹദുക്കും ഇലാ ജംറത്തിൻ മിന്നാർ, തീയിന്റെ ഒരു കഷ്ണം ആളുകൾ എടുത്തണിയുകയാണോ, നിങ്ങൾ തീയാണോ കയ്യിൽ കൊണ്ട് നടക്കുന്നത്, അല്ലാഹുവിന്റെ നരകം കൊണ്ട് കയ്യിൽ നരകം കൊണ്ട് നടക്കുകയാണോ എന്ന് പറഞ്ഞ് തങ്ങളത് ഊരി എറിഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയപ്പോ ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. ചില ആളുകൾ പറഞ്ഞു, ഖുദ് ഖാതമക വൻതഫഅ ബി, നബിന മോതിരം എടുത്തോളി, നിങ്ങൾ ധരിക്കണ്ട, അത് കൊണ്ടുപോയി വിറ്റ് പൈസ കിട്ടില്ലേ, അതുകൊണ്ട് നിങ്ങൾ ആ സ്വർണ്ണം എടുത്തോളി, നിങ്ങൾ എന്താ അത് ഇട്ടേച്ചു പോരുന്നത്. പക്ഷെ ആ മഹാനായ സ്വഹാബി പറഞ്ഞു, ലാ വല്ലാഹ്, എനിക്ക് വേണ്ട. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഊരി എറിഞ്ഞ ഒന്ന് എനിക്കതിനി വേണ്ട എന്ന് പറഞ്ഞ് ആ സ്വർണം തൊടാതെ അദ്ദേഹം പോയെന്ന് പരിശുദ്ധ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സുബ്ഹാനല്ലാഹ്. സ്വർണം വേണ്ടാന്ന് വെച്ചു പോയി. അന്ന് ദീനാറും ദിർഹമുമാണുള്ളത്. തൈസ അബ്ദു ദീനാരി വദ്ദിർഹം, ദിർഹം എന്ന സ്വർണ്ണ നാണയമാണ്. സുബ്ഹാനല്ലാഹ്. അത് ഉപേക്ഷിച്ചു പോയി, വേണ്ടാന്ന്. സുബ്ഹാനല്ലാഹ്. ചിലര് സ്വർണത്തിന്റെ നിറമുള്ള ചില ആഭരണങ്ങൾ മനുഷ്യന്മാരെ ഫിത്നയിലാക്കാൻ. എന്താണ് ഇതിന്റെ ഇടങ്ങേറ്? അത് സ്വർണ്ണറ്റ് അല്ലാനോ, എന്നാൽ എന്തിനാണ് ഈ പുരുഷന്മാരത് ധരിക്കുന്നത്?
പുരുഷന്മാർക്ക് വെള്ളിയുടെ ഒരു റിംഗ്, ഒരു ഹാത്തം, ഒരു മോതിരം ധരിക്കൽ സുന്നത്തുണ്ട്. പക്ഷെ സ്വർണം പാടില്ലാത്തത്, അതിന്റെ നിറം, അതിപ്പോ നിറം മാത്രമേ ഉള്ളൂ എന്നൊക്കെ ചോദ്യത്തിന് മറുപടി കൊടുക്കണ്ടേ? എന്തിനാ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത്? കാണുമ്പോ തോന്നൂല്ലേ ഇയാളെന്താ സ്വർണം ധരിച്ച് നടക്കുകയാണോ? ചിലപ്പോ ചോദിക്കേണ്ടി വരും. ചോദിക്കുമ്പോൾ അയാൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെന്നു. എന്തിനാണ് ഈ അസാരസ്യങ്ങളൊക്കെ ഉണ്ടാകും? അത് വേണ്ടെന്ന് വെച്ചാൽ പോരെ. ഒന്നിങ്ങനെ വെള്ളിയായിട്ട് വെള്ളിയുടെ ആ നിറത്തിൽ തന്നെ, വെള്ളിയുടെ നിറത്തിൽ തന്നെ എന്ന് പറയാൻ കാരണം പല വിഷയങ്ങളും ഇപ്പൊ അങ്ങനെ. എന്നോട് ക്ലാസ്സിൽ സ്കൂളിലെ ഒരു കുട്ടി പറഞ്ഞു, 10ാം ക്ലാസ്സിലെ ഒരു കുട്ടി ഞങ്ങൾ ഇസ്ലാം സ്റ്റഡീസ് ക്ലാസ്സിൽ പറഞ്ഞു, സാർ ഇവിടെ ഇപ്പൊ ഒരു ഹലാൽ പോർക്ക് ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞു ഹലാൽ പോർക്കോ? ഹലാലായ പന്നിയിറച്ചി ഇറങ്ങിയിട്ടുണ്ട്. ഞാനത് ആദ്യം ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ കുട്ടി പറഞ്ഞു, അവര് UK നാഷണൽ മുസ്ലിമാണ്, ഹലാൽ പോർക്ക് ഉണ്ടല്ലോ. ഇതൊക്കെയാണ് ലോകം. അപ്പൊ ഞാൻ എന്ത് പോർക്ക് തന്നെയാണോ? പറഞ്ഞു പോർക്കല്ല, പക്ഷെ പന്നി മാംസത്തിന്റെ രുചി കിട്ടും. സംഗതി എന്തോ പോത്തിറച്ചിയൊക്കെയാണ്, പക്ഷെ പന്നി മാംസത്തിന്റെ രുചിയാണ്. ഹലാൽ പോർക്ക്. എന്താ ഇതാണ് ലോകം മുഅ്മിനീങ്ങളെ. പിശാച് തീരെ വളവില്ലാത്ത ആളാണ്. നമ്മളെക്കാൾ വളവുള്ള ആളാണ് പിശാച്. നമ്മളെക്കാളും വിളവനാണ് പിശാച് എന്ന് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അപ്പോ ഞാൻ തന്നെ പറഞ്ഞു, വെള്ളിയുടെ നിറമുള്ള വെള്ളി തന്നെ ആയിക്കോട്ടെ, സ്വർണം പൂശിയിട്ട് വെള്ളിയാന്ന് പറയണ്ട. അങ്ങനെയൊക്കെ വരും ചിലപ്പോ, അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ എങ്ങനെയൊക്കെ അല്ലെ? വെള്ളിയുടെ നിറമുള്ള വൈറ്റ് ഗോൾഡ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അല്ലെ? ആട്ടെ, സുബ്ഹാനല്ലാഹ്. ഒരു സംസ്കാരമില്ലാത്തവന്റെ വസ്ത്രമാണ് പട്ടെന്നും അവൻ ഉടുക്കുന്നതാണ്, അവൻ ധരിക്കുന്നതാണ് സ്വർണമെന്നും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ സ്വർണം പുരുഷന്മാർക്ക് ഹറാമാണ്. പിന്നെ ചെയിനുകളും കാര്യം, ചില ചെറുപ്പക്കാരൊക്കെ കഴുത്തിലൊക്കെ ഒരു ചെയിൻ ധരിക്കും. പെണ്ണുങ്ങൾക്ക് ആഭരണങ്ങളാകാം, അവർക്കത് ഹലാലാണ്. ആഭരണം അവര് ഡയമണ്ടോ സ്വർണമോ വെള്ളിയോ പേൾസ് ആൻഡ് എനി പ്രഷ്യസ് സ്റ്റോൺസ് ഒന്നും വിഷയമല്ല. മർജാൻ ഒക്കെ പറ്റും പെണ്ണുങ്ങൾക്ക്, അത് അവർക്ക് ജായിസാണ്. ഭർത്താക്കന്മാർ ഇടക്കിടക്ക് ചോദിച്ച് ബുദ്ധിമുട്ടാക്കരുത് എന്ന് മാത്രം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സംഭവം പറയട്ടെ. നമ്മുടെ ലാസ്റ്റ് ക്ലാസ് ആണ് ഈ വർഷത്തെ. ഇൻഷാ അല്ലാഹ് അടുത്ത ശനിയാഴ്ച മുതൽ ഉസ്താദുമാര് വന്നിട്ട് ക്ലാസ് നമ്മൾ റമദാൻ വരെ തുടരുന്നുണ്ട്. അപ്പോ 10 മിനിറ്റ് കൂടെ ഞാൻ സമയം എടുക്കാൻ കേട്ടോ. നമ്മൾ 9:30 തുടങ്ങിയത്, 10:30 1 മണിക്കൂറായി. ഒരു 10 മിനിറ്റും കൂടെ എടുക്കുന്നുണ്ട്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ കഴുത്തിൽ ഒരു സ്വർണത്തിന്റെ മാല, സിൽസിലത്തും മിൻ ദഹബ്, സ്വർണത്തിന്റെ ഒരു മാല കണ്ടു. അത് ഹലാലാണ്. ഇത് നിങ്ങൾക്ക് ഈ വിഷയത്തിന്റെ ഗൗരവം എന്താണ്, ഇസ്ലാമിന്റെ കാഴ്ചപ്പാടെന്ന് മനസ്സിലാവാൻ വേണ്ടി പറയാം. സ്വർണത്തിന്റെ മാല. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കണ്ടു. ഫാത്തിമ ബീവിയുടെ കയ്യിലാണ്, വഫി യദിഹാ, ഒരു കയ്യിൽ ഇങ്ങനെ മാല പിടിച്ചു നിന്നു. അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പെണ്ണിൻ, ഫാത്തിമ ബീവി ഒരു പെണ്ണിനോട് ഇങ്ങനെ പറയാണ്, അഹ്ദാഹ അബുൽ ഹസൻ, ഇത് അബുൽ ഹസൻ എനിക്ക് ഹദിയ തന്നതാണ്. ഹസൻ എന്നവരുടെ വാപ്പ, കുട്ടികളെ വാപ്പ എന്ന് പറയില്ലേ ഉമ്മാര്, അതാണ് ഹസൻ എന്നവരുടെ വാപ്പ എന്ന് പറഞ്ഞ ഭർത്താവ് അലി റളിയല്ലാഹു അൻഹു എനിക്ക് ഹദിയ തന്നതാണ് എന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഒരു പെണ്ണിനോട് ഇങ്ങനെ പറയാണ്. പെണ്ണുങ്ങൾ പറയില്ലേ, ഇപ്പൊ ഗൾഫിൽ നിന്നൊക്കെ ചെല്ലുമ്പോ പ്രത്യേകിച്ചു എന്റെ കാലത്ത് കണ്ടോ, കയ്യുമത്ത് കണ്ടോ, കഴുത്തിലെ മോതിരം കണ്ടോ, അല്ല മാല കണ്ടോ, ഇങ്ങനെ. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഫാത്തിമ, ഫാത്തിമ ബീവി, നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവോ ജനങ്ങൾ പറയുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ മകളുടെ കയ്യിൽ നരകത്തിന്റെ ഒരു മാലയുണ്ട് എന്ന് പറയുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവോ ഫാത്തിമ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹറാമായത് കൊണ്ടല്ല കേട്ടോ, ഇത് നബി തങ്ങൾ അവരുടെ മകളെ പഠിപ്പിക്കുകയാണ്. ഇത് വാപ്പ മക്കൾക്ക് നൽകുന്ന തർബിയത്താണ്. തശ്രീ അല്ല, തങ്ങൾ ശരീഅത്തായിട്ട് പറയാൻ, പക്ഷെ തർബിയത്താണ് ഇവിടെ. ഹലാലും ഹറാം പഠിപ്പിക്കല്ല. ഫാത്തിമ, നിങ്ങളുടെ കയ്യിൽ നരകത്തിന്റെ ഒരു മാലയുണ്ടെന്ന് ബിൻതി മുഹമ്മദിൻ, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകളുടെ കയ്യിൽ തീയിന്റെ ഒരു മാലയുണ്ട് എന്ന് പറയുന്നത് മോളെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇത്രേ പറഞ്ഞുള്ളൂ, പിന്നെ ഒന്നും പറഞ്ഞില്ല. അതാണ് മക്കൾ. മഹദി റളിയല്ലാഹു തആല, ഇത് നബി തങ്ങൾ പറഞ്ഞിട്ട് തങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. വലം യഖഉദ്, അവിടെ ഇരുന്നില്ല എന്നാ, തങ്ങൾ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ ഫാത്തിമ റളിയല്ലാഹു അൻഹ അവിടുത്തെ പൊന്നാര മകൾ ആ മാല വിറ്റു. ഫബഅതഹ, ആ മാല വിറ്റു.
അന്ന് അടിമ കച്ചവടമുള്ള കാലമാണ്. ആ സ്വർണമാലക്ക് പകരം ഒരടിമയെ വാങ്ങിച്ചു. ആ അടിമയെ അള്ളാഹുവിന് വേണ്ടി അവർ മോചനം ചെയ്തു. ആര്? ഫാത്തിമ റളിയല്ലാഹു അൻഹ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് അറിഞ്ഞപ്പോൾ തങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി. തങ്ങൾ പറഞ്ഞു, അൽഹംദുലില്ലാഹ് അല്ലദീ നജ്ജാ ഫാത്തിമത മിനൻ നാർ. ഫാത്തിമയെ നരകത്തിൽ നിന്ന് രക്ഷിച്ച അല്ലാഹുവിന് സ്തുതി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നരകമായതുകൊണ്ടല്ല, അത് ഹറാമായതുകൊണ്ട് പോലും അല്ല. പക്ഷേ അള്ളാഹുവിന്റെ റസൂലിന്റെ മകൾ ഇങ്ങനെ ആർഭാടത്തിൽ ജീവിക്കുകയാണോ? ആർഭാടം അള്ളാഹുവിന് ഇഷ്ടമല്ലല്ലോ. അള്ളാഹുവിന്റെ റസൂലിന്റെ മകൾക്ക് ഇത് വേണ്ടതാണോ എന്ന് പഠിപ്പിക്കുകയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മാലയുടെ കനം പോരാ, വളയുടെ കനം പോരാ എന്ന് പറയുന്ന പെണ്ണുങ്ങളോട്, സഹോദരിമാരോട് പറയുന്നു, ഇതാണ് നമ്മുടെ മാതൃക ഫാത്തിമ റളിയല്ലാഹു അൻഹ. പാവപ്പെട്ട ഒന്നുമില്ലാത്ത ആളുകൾ ഇത് കാണുമ്പോ മനസ്സ് പൊട്ടിപ്പോകില്ലേ? പ്രച്ചവനെ, ഒരു വെള്ളിയുടെ ഒരു പാദസരെങ്കിലും എന്റെ കുട്ടിക്ക്, ഒരു ചെറിയ ഒരു നൂൽ കഷ്ണം പോലത്തെ ഒരു മാലയെങ്കിലും എന്റെ മോൾക്ക്, ഇതില്ലാത്ത കുട്ടികളുടെ മുമ്പിലേക്ക് എറ്റിയാൽ പൊങ്ങാത്ത മാലയുമായി വളയുമായി നമ്മുടെ മക്കളൊക്കെ നടക്കുമ്പോ ഒന്നുമല്ല, അവരുടെ മനസ്സിന് വേദന വരൂലേ? ആ വേദന ബിന്തു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ മകൾ ഫാത്തിമ ബീബി കാരണം ഒരാൾക്കും വേണ്ടെന്ന് വെച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തിന്റെ ഒരു ചെയിന് വേണോ മോളെ എന്ന് അവിടുത്തെ മകളോട് ചോദിച്ചത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളെ, ആർഭാടങ്ങളെ സംബന്ധിച്ച്, വിവാഹവുമായി നടക്കുന്ന ഒരുപാട് വിഷയങ്ങളെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബോധം നൽകുമാറാകട്ടെ. ഇവിടെ ഒന്ന് രണ്ട് വിഷയങ്ങൾ കൂടെ നമുക്ക് പാടില്ലാത്ത ഒരു വിഷയമാണ് അൽ വഷ്മ. വഷ്മ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ടാറ്റു. ടാറ്റു ചെയ്യാന്ന് പറഞ്ഞത് പച്ച കുത്തുക എന്നൊക്കെ വലിയ കളിക്കാരും ഫിലിം സ്റ്റാറുകളും അവരുടെയൊക്കെ ചില ബ്രാൻഡ് ചില മാർക്കുകളുണ്ട് കൈകളിൽ, പുറത്ത്. പിന്നെ അതിന്റെ മാർക്കറ്റിംഗ് അംബാസിഡർമാരാണ്. നമ്മൾ വിചാരിക്കുന്നുണ്ട് ഇതൊക്കെ ഇന്നലെ തുടങ്ങിയ സംഗതിയാണെന്ന്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ജൂതന്മാർ ചെയ്തിരുന്ന പണിയായിരുന്നു ഈ വഷ്മ എന്ന് പറയുന്നത്, പച്ച കുത്തുക. അത് തൊലിയിലേക്ക് ഇറക്കിയിട്ട് ചെയ്യുന്ന സംഗതിയാണ്. ബ്ലഡിലേക്ക് കളർ കലർത്തി ചെയ്യുന്ന പണിയാണ്. ബ്ലഡിനെ നിറം മാറ്റുന്ന രീതിയാണ്. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ മാറ്റുകയാണ്. ആ തൊലി നിറം പിന്നെ കിട്ടില്ല. വഷ്മ എന്ന് പറയാം, ടാറ്റു. എന്തുകൊണ്ട് ഹറാമാണ്? ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ലഅനല്ലാഹുൽ വാഷിമത വൽ മുസ്തൗഷിമ വൽ വാഷിറത വൽ മുസ്തൗഷിറ. ലഅനല്ലാഹ്, സൃഷ്ടാവായ അല്ലാഹു ശപിച്ചിരിക്കുന്നു. അൽ വാഷിമ, പച്ചകുത്തുന്ന പെണ്ണ്, അത് ആണിനെ സംബന്ധിച്ചും അത് തന്നെയാണ് ഹദീസ്. വൽ മുസ്തൗഷിമ, അങ്ങനെ എനിക്ക് പച്ചകുത്തി തരണം, എനിക്ക് ടാറ്റു ചെയ്തു തരണം എന്ന് ചോദിക്കുന്നവൾക്കും അത് ചെയ്തു കൊടുക്കുന്നവൾക്കും അള്ളാഹുവിന്റെ ശാപമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ വാഷിറ വൽ മുസ്തൗഷിറ. വാഷിറ എന്ന് പറഞ്ഞാൽ വഷ്റുൽ അസ്നാൻ, പല്ല് രാകുക എന്നതിനർത്ഥം. പല്ലൊക്കെ വല്ലാതെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് ചെറുതെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പിന്നെ ആ ഒരു പല്ല് എടുത്തു കളയുക, അല്ലെങ്കിൽ പല്ലിനിടെ വിടവുണ്ടാക്കുക, പല്ലിനെ കട്ട് ചെയ്യുക ആവശ്യമില്ലാതെ. അതൊരു അസാധാരണമായ വൈകൃതമല്ല, അല്ലെങ്കിൽ അതുകൊണ്ടൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നിട്ട് സൗന്ദര്യം വർദ്ധിപ്പിക്കുവാനെന്ന വണ്ണം നല്ല നിലയിൽ അള്ളാഹു പടച്ച ഒരു സെറ്റപ്പിനെ മനുഷ്യൻ മാറ്റുക, പല്ലിനെ കട്ട് ചെയ്യുക. എന്തെല്ലാം സംവിധാനങ്ങൾ ഉണ്ടെന്നാണ് നമ്മുടെ പല്ല് എന്ന് പറഞ്ഞ സാധനം അള്ളാഹുവിന്റെ സൃഷ്ടിയിൽ അപാരമല്ലേ. ഇതൊക്കെ മനുഷ്യന്റെ ഒരു നുത്ഫയിൽ നിന്ന് ഉണ്ടാകും. നമ്മുടെ ബോൺസ്, നമ്മുടെ പല്ലുകളൊക്കെ എല്ലിന്റെ കഷ്ണങ്ങളല്ലേ. എന്ത് മനോഹരമാണ് അതിന്റെ സൃഷ്ടിപ്പ്, അതിന്റെ ഉള്ളിലെ മെക്കാനിസം. ബയോളജി പഠിക്കുന്ന കുട്ടികളൊന്ന് ശരിക്കും എടുത്ത് മനസ്സിലാക്കുക. ആ സാധനത്തെ നമ്മൾ കട്ട് ചെയ്യുന്നത്, മുറിച്ചെടുക്കുന്നത്. ഇനി അതിൽ തന്നെ മറ്റൊരു വിഷയം വരുന്നുണ്ട്, തഫല്ലുജ്. തഫല്ലുജ് എന്ന് പറഞ്ഞാൽ പല്ലിന് വിടവുണ്ടാക്കുക എന്നാണ്. അങ്ങനെ ഒരു സൗന്ദര്യ സങ്കല്പം അറബികളിൽ ഉണ്ടായിരുന്നു. പല്ലിന്റെ മുൻപല്ലുകൾക്ക് വിടവുണ്ടെങ്കിൽ അതൊരു സൗന്ദര്യമാണെന്ന്. കുട്ടികൾക്ക് അത് ഉണ്ടാവും, വലുതാകുമ്പോ ആ വിടവ് ഇങ്ങനെ അത് തൂർന്നു വരും. അങ്ങനെ പ്രായമുള്ള പെണ്ണുങ്ങളൊക്കെ പല്ല് നീക്കിയിട്ട് പല്ലിന്റെ ഇടയിൽ വിടവുണ്ടാക്കിയിരുന്നു. എന്റെ പല്ലൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്, എനിക്ക് വലിയ പ്രായമൊന്നും ആയിട്ടില്ല കേട്ടോ എന്ന് ചിന്തിപ്പിക്കാൻ അങ്ങനെ ചെയ്തിരുന്നുവെന്ന് ഹദീസിൽ കാണാൻ കഴിയും. അത് പാടില്ലാത്തതാണ്. എന്തിനാണ് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ മാറ്റിമറിക്കുന്നത്? അള്ളാഹു ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം,
നമ്മുടെ സൃഷ്ടിപ്പ് എങ്ങനെയാണോ അതിൽ ഏറ്റവും നല്ല ഭംഗിയുണ്ടെന്ന് പഠിപ്പിക്കുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് പച്ച കുത്തുന്നത് അത് ഹറാമാണ്, അത് പാടില്ലാത്തതാണ്. ഹലാൽ ഒരുപാടുണ്ടല്ലോ, അതുകൊണ്ട് ഹറാം അത് മാത്രം ആ വിഷയങ്ങൾ നമ്മൾ സൂചിപ്പിക്കുകയാണ്. മറ്റൊന്ന് തർഖീഖുൽ ഹവാജിബ്, ഈ പെണ്ണുങ്ങളുടെ ഐബ്രോ എന്താ പ്ലക്കിംഗ് അല്ലേ, അത് പ്ലക്ക് ചെയ്യുക, ആവശ്യമില്ലാതെ അത് ചെയ്യുന്നത്. ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞു, അമീതി അൻകിൽ അദാ മസ്തതഅതി. ഒരു പെണ്ണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, ആയിഷ ബീവി എന്റെ മുഖത്തെ കുറെ മുടിയുണ്ടല്ലോ, അത് നീക്കിക്കൂടെ? അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, അതൊരു മോശമായ ഒരു അവസ്ഥയിലല്ലേ, നീക്കിക്കോളൂ, എല്ലാ മോശത്തരങ്ങളും നീക്കിക്കോളൂ. പക്ഷേ എന്നതല്ല സംഗതി, ഇപ്പൊ ഇങ്ങനെയാണ്, അത് ഒന്നുകൂടെ ആക്കിയാൽ ഒന്നുകൂടെ ഭംഗി, അത് വേണ്ട. അതിലൊരു ഐബ്, അതിലൊരു മോശത്തരം കണ്ടാൽ ഒരു ബീസ്ലി ലുക്ക് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോ. പക്ഷേ അല്ലാതെ എന്തിന് വെറുതെ ബ്യൂട്ടീഷ്യന് കാശ് കൊടുക്കണം എന്നപ്പ അള്ളാഹുവിന്റെ റസൂലി പറയണത്. നിങ്ങൾ കാശ് കൊണ്ടുപോയി കളയല്ലേ, അത് അമാനത്താണ്, അത് നിങ്ങൾ വെറുതെ കൊണ്ടുപോയി നശിപ്പിക്കണ്ട അല്ലേ. ഇതൊക്കെ തുടങ്ങുന്നവർക്ക് മരിക്കോളം ചെയ്യേണ്ടി വരൂലേ. ഒരു മാസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ എന്താ അവസ്ഥ? ഈ പ്ലക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ചിന്തിക്കണം. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ നമ്മളായിട്ടാണ് മാറ്റുകയാണ്, അത് പാടില്ലാത്തതാണ്. അതിലെന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, ഒരു വലിയ ഐബ്, വലിയൊരു മോശത്തരം, മീശ പോലെ താടി രോമം പോലെ ഉണ്ടെങ്കിൽ അത് നീക്കേണ്ടതാണ്, അതവർക്ക് സുന്നത്തുമാണ്, നല്ലതാണ്. അല്ലാതെ വെറുതെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ എന്നാണ് ചെയ്യുന്ന വിഷയം. ഇനി മറ്റൊന്ന് മേക്കപ്പ്. അത് മേക്കപ്പ് എന്ന് മാത്രമല്ല, തൊലിയുടെ നിറം മറച്ചു വെക്കുന്ന മേക്കപ്പ്. സാധാരണ ഒരു പൗഡർ ഇട്ടു, എന്തെങ്കിലും ഒരു ക്രീം ഉപയോഗിച്ചു, അതിനൊന്നും അല്ല വിഷയം. അല്ലാതെ ആള് ബ്ലാക്ക് ആണ്, പക്ഷെ ഈ പൗഡർ അങ്ങോട്ട് പുരട്ടിയിട്ട് ആള് അങ്ങ് വൈറ്റ് ആയിട്ടുണ്ട്, ഫെയർ വൈറ്റ് ആയിട്ടുണ്ട്. സംഗതി അയാളുടെ തൊലിയല്ല, അവളുടെ തൊലിയല്ല എന്ന് അവൾക്കും അറിയാം, ഇത് ചെയ്തു കൊടുത്ത ആൾക്കും അറിയാം. ഇതിനാണ് ശറഇൽ ഖാശിറ വൽ മഖ്ശൂറ എന്ന് പറയാ. ലഅനല്ലാഹ് യൽഅനുൽ ഖാശ് വകാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യൽഅനുൽ ഖാശിറത വൽ മഖ്ശൂറ. കാശിറത്ത് എന്ന് പറഞ്ഞാൽ, കഷിർ എന്ന് പറഞ്ഞാൽ തൊലി എന്നാണ്, സ്കിൻ എന്നാണ് അർത്ഥം. കാശിറത്ത് എന്ന് പറഞ്ഞാൽ തൊലി ഉണ്ടാക്കി കൊടുക്കുക. അപ്പൊ അതിന്റെ ഒരു ഭാഗം തന്നെയാണ് ചില സാധനങ്ങളൊക്കെ മുഖത്തങ്ങ് ഒട്ടിച്ചു കഴിഞ്ഞാൽ, അങ്ങനെയൊക്കെ ചില സാധനങ്ങളൊക്കെ മാർക്കറ്റിൽ ലഭ്യമാണ്. അത് ഒട്ടിച്ചാൽ പിന്നെ ശരീരത്തിന്റെ തൊലിയാണെന്ന് തോന്നും, പക്ഷെ അതല്ല, അത് വഞ്ചന. എന്ത് ഇതൊക്കെ പറയാൻ കാരണം എന്നാ ശറഅ് പറയുന്നു, വഞ്ചന നമുക്ക് വേണ്ട. ഇതൊക്കെ വഞ്ചിക്കലല്ലേ, ഞാനല്ലാത്ത എന്നെ പ്രൊജക്ട് ചെയ്യലല്ലേ ഇതിന്റെ അർത്ഥം. എന്റെ തൊലിയും ചേലും കോലൊക്കെ ഇതാണ്, അങ്ങനത്തെ ഞാൻ എന്തിനാണ് ഈ കോലം കിട്ടുന്നത്? ഈ കോലത്തിന് അർത്ഥം എന്താണ്? നിങ്ങൾ കാണുന്ന ഇതാണ് കേട്ടോ ഞാൻ, സത്യത്തിൽ ഞാൻ മറ്റൊന്നാണ്. അത് വഞ്ചനയാണ്, ഖിദാഅൻ. ദീനിൽ വഞ്ചന പാടില്ലാത്തത്, ഇതിന്റെ അടിസ്ഥാനപരമായ കാഴ്ചപ്പാട് അതാണെന്ന് ഫുഖഹാക്കൾ രേഖപ്പെടുത്തുന്നു. അതുകൊണ്ട് അങ്ങനെ തൊലി നിറം മാറ്റിക്കളയുന്ന മേക്കപ്പുകൾ പാടില്ലാത്തതാണ്. നെയിൽ പോളിഷ്, ദുഹാനുൽ അദ്ഫാർ എന്ന പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തൊരു പെണ്ണ് ഒരു മറയുടെ പിന്നിൽ നിന്നുകൊണ്ട് കൈനീട്ടി അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു കിതാബ് കൊടുത്തു, ഒരു രേഖ. ഫഖബദ യദഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വാങ്ങിച്ചപ്പോ ആ കൈ പിടിച്ചു. ഒരു പിറകിൽ നിന്ന്, ഒരു മറയുടെ പിന്നിൽ നിന്ന് ഒരാൾ ഒരു സാധനം കണ്ട് പാസ് ചെയ്തു, നമ്മൾ വാങ്ങിച്ചു. അപ്പോ ആ കൈ തൊട്ടു. എന്നിട്ട് തങ്ങൾ പറഞ്ഞു, മാ അദ്രി അയദു റജുലിൻ അം യദു ഇംറഅ. ഇതിപ്പോ ഒരു പെണ്ണിന്റെ കൈയാണോ ആണിന്റെ കൈയാണോ എന്ന് എനിക്ക് മനസ്സിലായില്ലല്ലോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൈ കണ്ടു, പക്ഷെ തങ്ങൾ ആ പെണ്ണ് പറഞ്ഞു, ബൽ യദു ഇംറഅത്തിൻ, നബിയെ ഇതൊരു പെണ്ണിന്റെ കൈ തന്നെയാണ് എന്ന് പറഞ്ഞു. ആ കൊടുത്ത പെണ്ണ് പറഞ്ഞു, ഇതൊരു പെണ്ണിന്റെ കൈയാണ്. ഫഖാല അലൈഹി സ്വലാത്തു വസ്സലാം, അന്നേരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൗ കുന്തി ഇംറഅ, നിങ്ങളൊരു പെണ്ണാണെങ്കിൽ ലഗയ്യർതി അളാഫിറകി ബിൽ ഹിന്ന, നിങ്ങളുടെ നഖം മൈലാഞ്ചി ഇട്ടുകൊണ്ട് ഒന്ന് വ്യത്യാസപ്പെടുത്തിക്കൂടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. ഇപ്പൊ പെണ്ണ് മൈലാഞ്ചി ധരിച്ചോട്ടെ, അവൾ പെണ്ണാണെന്നറിയപ്പെടാൻ, അവളുടെ കൈ കാണുന്ന സമയത്ത് ഇത് പെണ്ണാണെന്നറിയപ്പെടാൻ അത് സഹായിക്കുമായിരുന്നുവല്ലോ, എനിക്ക് തൊടാൻ പാടില്ലായിരുന്നുവല്ലോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസുകളൊക്കെ നമ്മൾ പറഞ്ഞില്ലെങ്കിലും കേട്ടില്ലെങ്കിൽ പിന്നെ ആരാണിത് കേൾക്കുക? നമ്മളിത് പറയണ്ടേ?
അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഇങ്ങനെ ദീനിന്റെ വിഷയം വളരെ വ്യക്തമാണ്. ഇതിലൊന്നും ഒളിച്ചുകളിയുടെ ആവശ്യമില്ല. നെയിൽ പോളിഷിന്റെ വിഷയം മസ്അല ഇതാണ്. നെയിൽ പോളിഷ് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ ഒരു മറ വരികയാണ്. ആ മറ വുദൂഇന്റെ വെള്ളത്തെ തടഞ്ഞു നിർത്തും. വെള്ളം കടന്നുവരലിനെ തടയുന്ന ഒരു ഹായിലാണ് അതെന്ന് പറയും ശറഈൽ, മറയാണ്. പെണ്ണിനത് ചെയ്യാം. എപ്പോ? ളുഹ്ർ മുതൽ അസ്ർ വരെ ഒതുണ്ടാക്കുമ്പോ കളയാ, ചുരണ്ടിക്കളയാ. പിന്നെ അസ്ർ മുതൽ മഗ്രിബ് അങ്ങനെയൊക്കെ ചെയ്തോട്ടെ, അല്ലെങ്കിൽ നിസ്കരിക്കാത്ത സമയം എന്നല്ലാതെ വുദൂ ചെയ്താൽ, നെയിൽ പോളിഷോടുകൂടെ വുദൂ ചെയ്താൽ വുദൂ സ്വഹീഹാകുന്നതേ അല്ല. ഇതിൽ അഭിപ്രായ വ്യത്യാസം പോലും ഇല്ലാത്ത വിഷയമാണ്. അതുകൊണ്ടാണ് അത് പറ്റില്ല എന്ന് പറയാൻ. അതിന്റെ ഇടയിൽ ചെയ്തോട്ടെ, നിസ്കരിക്കാത്ത ഒരു സമയമാണ്, അവരുടെ പീരീഡിന്റെ സമയം, ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ മൈലാഞ്ചിയാണ് അവർക്ക് നല്ലത്, അത് നബി തങ്ങൾ ഇഷ്ടപ്പെട്ടതുമാണ്. ഇനി ഒറ്റ വിഷയം കൂടെ പറയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു വിഷയം വസ്ലു ശഅർ. വിഗ് എന്ന് പറയില്ലേ നമ്മള്, മുടി ചേർത്ത് വെക്കുക, മുടി പിടിപ്പിക്കുക, ഇതൊക്കെ സൗന്ദര്യം. എന്താ മനുഷ്യന്മാർക്ക് സൗന്ദര്യം കൊണ്ട് തികയണ്ടേ? അതിന് എത്ര ഗേറ്റുകളാണ് ഇപ്പോ കടന്നു ചെല്ലാൻ. ഇതിലെ പോരി എന്ന് പറയാണ്. ഒരുപാട് ഗേറ്റുകൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയാണ് ഇപ്പൊ അത്, അല്ലെ? കവാടങ്ങൾ ഇഷ്ടം പോലെയാണ്. നമുക്ക് മനസ്സിലായി എത്ര പെട്ടെന്ന്. ചിലർ പൈസയൊക്കെ സേവ് ചെയ്ത് വെക്കുകയാണ്. നാട്ടിൽ പോകുമ്പോ ഒന്ന് വാങ്ങിച്ചിട്ടാണ് പോവാ. നാട്ടിൽ ചെന്നിറങ്ങുമ്പോഴോ അല്ലാത്തൊരു ഭയങ്കര ലുക്കാണല്ലോ, എന്ത് പറ്റിയെന്ന്. ഗൾഫിലൊക്കെ പോയപ്പോ പ്രായം കുറഞ്ഞതാണ്, അല്ലെ? മഹാനായ മുആവിയത്ത് റളിയല്ലാഹു അൻഹു മദീനയുടെ മിമ്പറിൽ കയറി വന്നു ഒരു ഖുത്ബയോദാൻ. അവരുടെ കീശയിൽ നിന്നൊരു സാധനം പുറത്തെടുത്തു. നോക്കുമ്പോ ദുഫ്റത്തും മിനശ് ശഅർ, ഒരു മുടിക്കെട്ടാണ്. എന്നിട്ട് മഹാനായ മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹുമ, ബാപ്പയും മകനും സഹാബിമാർ, അവർ പറഞ്ഞു, മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഐന ഉലമാഉക്കും, നിങ്ങളിലെ പണ്ഡിതന്മാർ എവിടെയാണ്? അഞ്ചാമത്തെ ഖലീഫയല്ലേ, നിങ്ങളുടെ പണ്ഡിതന്മാർ എവിടെ? വഅൻതും തസ്ലൂന ശഅർ, നിങ്ങൾ മുടി വെച്ച് നീട്ടുകയോ, നിങ്ങളുടേതല്ലാത്ത മുടി, അത് ഫൈബറിന്റെ മുടിയായാലും ഒറിജിനൽ മുടിയായാലും വെച്ചു പിടിപ്പിക്കുന്ന അവസ്ഥ നിങ്ങളുടെ ആണുങ്ങളിലും പെണ്ണുങ്ങളിലും ഉണ്ടായിരിക്കെ ഇവിടുത്തെ പണ്ഡിതന്മാർ ഇത് കാണുന്നില്ലേ? മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഇത് ഈ പണി ചെയ്തിരുന്നത് ജൂതന്മാരാണ്. നമ്മുടെ സമൂഹത്തിന്റെ മുസ്ലിം ഉമ്മത്തിലില്ലാത്ത ഈ സംസ്കാരം ജൂതന്മാർ ചെയ്തിരുന്ന പണിയാണ്. ഇത് എങ്ങനെ മുസ്ലിമിലേക്ക് കടന്നു വന്നു എന്ന് മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു മുടിക്കെട്ട് കീശയിൽ കൊണ്ടുവന്നിട്ട് കാണിച്ചു കൊടുത്തു മിമ്പറിൽ. ഇതൊക്കെയാണോ മുസ്ലിമിന്റെ സംസ്കാരം? പാടില്ല എന്ന് പഠിപ്പിക്കുകയാണ്. അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന വാക്കുണ്ട്, ലഅനല്ലാഹുൽ വാസിലത വൽ മുസ്തൗസില. അല്ലാഹുവിന്റെ ശാപം എന്ന വിഷയത്തിലൊക്കെ പറയുന്നു, ഭയങ്കര ഗൗരവമാണ്. ലഅനല്ലാഹുൽ വാസിലത വൽ മുസ്തൗസില, മുടി ചേർത്ത് വെച്ച് കൊടുക്കുന്ന പെണ്ണും മുടി ചേർത്ത് വെച്ച് തരാൻ വിഗ് എന്ന് പറയുന്ന മുടിക്കെട്ട്, മുടി അവനവന്റെ സ്വന്തം മുടിയല്ല, അത് വെച്ച് നീട്ടുന്ന മുടിയാണ്, അത് വെക്കാൻ സഹായിക്കുന്ന പെണ്ണിനെയും അല്ലാഹു ശപിച്ചിരിക്കുന്നുവെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വാപ്പ വന്നതാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്നിട്ടുണ്ട്. ഒരു ഉമ്മ വന്നിട്ട് ചോദിച്ചു, നബിയെ, എന്റെ മകൾക്ക് അസുഖം വന്നിട്ട് തലയിലെ മുടിയെല്ലാം പോയല്ലോ, അവളെ കല്യാണം കഴിക്കണല്ലോ. അഫ അസ്ലു ഫീ, ആ മുടിയിൽ ഞാൻ മുടി ചേർത്ത് വെക്കണമോ? നോക്കണം മുഅ്മിനീങ്ങളെ, കുട്ടിക്ക് അസുഖം വന്നിട്ട് തലമുടി പോയിട്ടുണ്ട് നബിയെ, അവളെ കല്യാണം കഴിച്ചു കൊടുക്കണം. ഒരു ഉമ്മ വന്ന് ചോദിക്കുകയാണ് ഹബീബിനോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അവൾക്ക് വിഗ് വെച്ചു കൊടുക്കട്ടെ എന്നതിന്റെ അർത്ഥം അഫ അസ്ലു ഫീ. അപ്പൊ മൊട്ടയായി പോയ തലയിൽ മുടി ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോ അതിന് മറുപടി പറഞ്ഞ രംഗമാണ് ലഅനല്ലാഹുൽ വാസില വൽ മുസ്തൗസില. ഇനി ബാക്കിയുള്ളത് നമ്മളിങ്ങനെ ആലോചിക്കാം. ഏത് നമ്മൾ ചെയ്യുന്നതിന്റെ ഹലാൽ ഹറാമിന്റെ വശം എന്താണ്? അത് ഹറാമാണ്. എന്തിനാണ് ആളെ പറ്റിക്കുന്നത്? നമ്മൾ ജെന്യൂനാണ്, ഇസ്ലാം അങ്ങനെയാണ്. നമ്മൾ തന്മയത്വമുള്ളവരാണ്, നമ്മൾ ആരും പറ്റിക്കണ്ട. അതിലൊക്കെ അള്ളാഹു ഖൈർ വെച്ചിട്ടുണ്ടാവും. എന്ത് നമുക്ക് സംഭവിക്കുന്നുവോ അത് ഖൈറിനാണ്. പിന്നെ അതിനപ്പുറത്തുള്ള ഹദീസൊക്കെ ഇനി ഞാൻ വായിക്കുന്നില്ല. അങ്ങനെ പല വിഷയങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. പെണ്ണിന് മുടി കട്ട് ചെയ്യൽ, പെണ്ണ് ഷൈവ് ചെയ്യൽ ഹറാമാണ്. പെണ്ണൊരിക്കലും തന്നെ മുടി ഷണ്ഡീകരിക്കുക, മുടി മുണ്ഡനം ചെയ്യാൻ പാടുള്ളതല്ല.
മുടി മൊട്ടയടിക്കുക അത് പെണ്ണിനെ സംബന്ധിച്ച് ഹറാമാണ്. പുരുഷൻ അത് ചെയ്യാം, സുന്നത്താണ്. അവൾക്ക് മുടി കട്ട് ചെയ്യാം, ആവശ്യമായ രീതിയിൽ അവൾക്ക് സൗന്ദര്യമെന്ന് തോന്നുന്ന രീതിയിലൊക്കെ മുടി കട്ട് ചെയ്യാം. പക്ഷേ മുടി എന്ത് ചെയ്ത് ഹലക്ക് ചെയ്യാൻ പാടില്ല. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ തഹ്ലിഖൽ മർഅതു റഅസഹ. അപ്പോ ഈ രീതിയിൽ ഒരുപിടി വിഷയങ്ങൾ ഇതുമായി നമുക്ക് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യേണ്ടി വന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. നമുക്കൊക്കെ ആയുസ്സുണ്ടെങ്കിൽ സെപ്റ്റംബർ ആദ്യത്തെ ആഴ്ചയോടുകൂടെ ശനിയാഴ്ചയോടെ നമുക്ക് തുടങ്ങാം എന്ന് വിചാരിക്കുന്നു. അപ്പോ അതുകൊണ്ട് ഇത് ക്ലോസ് ഇനി അടുത്ത് പറയാനുള്ളത് നിക്കാഹുമായി എന്ന് പറഞ്ഞ നിക്കാഹ് ചെയ്യിപ്പിച്ചു കൊടുക്കണം, പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും കല്യാണം ചെയ്യിച്ചു കൊടുക്കണം എന്ന് പറയുന്ന വളരെ അർത്ഥവത്തായ ഒരു ചർച്ചയിലേക്കുള്ള തുടക്കം. അതുകൊണ്ട് ഈ വിഷയം ഇവിടെ ക്ലോസ് ചെയ്ത് വന്നതിന് ശേഷം മറ്റേ തുടങ്ങാം എന്ന് ഉദ്ദേശിക്കുകയാണ്. ഇൻഷാ അല്ലാഹുൽ അസീസ്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റാഡോ വാച്ച് ധരിക്കാൻ പറ്റുമോ? പറ്റും, കുഴപ്പമില്ല. ഹലാലാണ്, ജായിസാണ്, എന്താ ചെയ്യാൻ? ഗോൾഡ് വേണ്ട. അതിന്റെ ഗോൾഡ് പ്ലേറ്റ് ചെയ്യുന്നത്, അതിന്റെ ഗോൾഡിന്റെ ഒരു കവറിങ് ചെയ്താൽ, ഇപ്പൊ പാത്രങ്ങളെ സംബന്ധിച്ചൊക്കെ പറഞ്ഞത് സ്വർണം പൂശിയ പാത്രത്തിൽ വെള്ളം കുടിക്കൽ അല്ലെങ്കിൽ വെള്ളി പൂശിയ പാത്രം അത് യഹ്റുമു, അത് ഹറാമാണ് എന്നുവരെ കിതാബിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോ അങ്ങനെ ഒരു സ്വർണത്തിന്റെ അംശം അതിലുണ്ടെങ്കിൽ അത് ഒഴിവാക്കലാണ് ഏറ്റവും നല്ലത്. പക്ഷെ സ്വർണത്തിന്റെ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ, ഒരു പാത്രം അതിന് തൊബ് ചെയ്യാന്ന് പറയും, അതിന്റെ ഇടയ്ക്കൊരു ഫില്ലറായിട്ട് കൊടുത്തത് ഒരു സ്വർണം, അങ്ങനെ അതിനൊന്നും കുഴപ്പമില്ല. അതിന്റെ ഒരു ഉപകാരം നടക്കാനാണ്. സ്വഹാബി ഖദ്ലജ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് അയ്യാമുൽ കിലാബ്, നായകളുടെ യുദ്ധം എന്ന് പറഞ്ഞ ഒരു യുദ്ധം ജാഹിലിയ കാലത്തുണ്ടായ ഒരു യുദ്ധമാണ്. അന്ന് അദ്ദേഹത്തിന്റെ മൂക്ക് നഷ്ടപ്പെട്ടിട്ട് ആ മൂക്കിന് പകരം ഒരു വെള്ളിയുടെ മൂക്ക് വെച്ചിരുന്നു. അങ്ങനെ അതിനൊരു ദുർഗന്ധം പോലെ വിഷയം വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ മാറ്റി വെച്ചോളൂ, സ്വർണ്ണമാക്കി വെച്ചു നോക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സ്വർണത്തിന്റെ മൂക്ക് അവിടെ സ്ഥാപിച്ചു. അത് നബി തങ്ങൾ ജായിസാക്കി കൊടുത്തിരുന്നു. അങ്ങനെ ഒരു ഉപകാരം, ഒരു കാര്യം അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ചില സ്വഹാബികൾ, സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിൽ കയ്യിൽ ചൊറി വന്നപ്പോ പട്ടുവസ്ത്രം കെട്ടിച്ചുറ്റിയാൽ അതിന് ആശ്വാസമുണ്ട് എന്ന് കണ്ടപ്പോ ആ പട്ടുവസ്ത്രം ധരിക്കാൻ, അവിടെ ഒരു ചികിത്സയ്ക്ക് വേണ്ടി ചെയ്യാനൊക്കെ അനുവദിച്ചിട്ടുണ്ട്. അല്ലാത്ത വിഷയങ്ങളിൽ അത് ചെയ്യാൻ പാടുള്ളതല്ല. എന്ത് ചെയ്യാ, അങ്ങനെ ഒരു വിഷയം ഉണ്ടല്ലേ, അങ്ങനെയാണെങ്കിൽ അത് ഒഴിവാക്കലാണ് പുരുഷന്മാർ ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുമാറാകട്ടെ. ചെയിനും വളയും ധരിക്കുന്നത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ സമയം ഉണ്ട്, നിങ്ങളെ ചീത്ത പറയട്ടോ, തിരക്കുള്ള ആൾക്കാർ പോയിക്കോളിട്ട് നമ്മൾ എന്ത് ചെയ്യാ, നിർത്താണ്. ചെയിനും വിഷയങ്ങളൊക്കെ ചെറുപ്പക്കാരിൽ കണ്ടുവരുന്നുണ്ട്. അത് എന്താണ് അതിന്റെ ഉദ്ദേശം എന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു ചെയിൻ ഇങ്ങനെ കഴുത്തി, ചിലത് സ്വർണത്തിന്റെ നിറമുള്ളത്, പിന്നെ ഒരു വെള്ളിയുടെ നിറമുള്ളത് ചില ജ്വല്ലറി ഷോപ്പുകളിലൊക്കെ സൈഡിലൊക്കെ ഉള്ള കടകളിലൊക്കെ കാണുന്നുണ്ട്. ചെറുപ്പക്കാരൊക്കെ വാങ്ങിച്ച് കൈമലൊക്കെ അളവ് നോക്കി പോകുന്നതും കാണാം. എന്താണ് ഇതിന്റെ? ഇരുമ്പിൻ്റെതുണ്ട്. അല്ലാഹ് പറഞ്ഞത് ഇരുമ്പിൻ്റെതുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അതിനൊരു കയറിന്റെ കുറവുണ്ട് എന്ന് അതിനർത്ഥം. അപ്പോ ഈ ചെയിനുകൾ അത് പുരുഷനെ സംബന്ധിച്ചിടത്തോളം സൗന്ദര്യം അവന്റെ പൗരുഷത്തിലാണ്. പുരുഷന് ആഭരണം വേണ്ട, അതാണ് ഇസ്ലാമിന്റെ കാഴ്ച. ആണാണെങ്കിൽ പിന്നെ ഈ ആഭരണമാണ് നടക്കുന്നത്, ആണത്തല്ല. അതാണ്. അപ്പോ എന്തോ ഒരു ആണത്തത്തിൽ ഇച്ചിരി പെശക് വന്നത് മേക്കപ്പ് ചെയ്യാന്ന് അതിനർത്ഥം. പിന്നെ അത് ഏതെങ്കിലും മതവിശ്വാസവുമായി ബന്ധമുണ്ടെങ്കിൽ ഹറാമ് തന്നെ ആയിരിക്കും കേട്ടോ. അങ്ങനെ ഏതെങ്കിലും ഒരു ഹിന്ദുക്കൾ അങ്ങനെ ചെയ്യുന്നുണ്ട്, ക്രിസ്ത്യാനികൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സിഖുകാരുടെ ഒരു രീതിയാണ്. അങ്ങനെയൊക്കെ സിഖുകാർക്ക് അങ്ങനെ ഒരു വളരുണ്ട്. ദൈവം തമ്പുരാൻ ഒരു തുടക്കമില്ല എന്ന് പറയാൻ സൂചിപ്പിക്കാനുള്ള അവരുടെ 5 ഖേകളിലുള്ള ഒരു സാധനമാണ്. എന്തോ ഒരു പേരുണ്ട് അതിന് ആ റിങ്ങിന്റെ അർത്ഥം അതാണല്ലോ. തുടക്കമല്ല, വട്ടത്തിൽ എങ്ങനെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് പറയാൻ പറ്റുമോ റൗണ്ടിലുള്ള സാധനത്തിന്? പടച്ചോൻ ഇങ്ങനെയാണെന്ന് ഓർമ്മിപ്പിക്കാനാണ് അത്ര ഇവരിത്. അവരുടെ തലപ്പാവിനും താടിയും ഒക്കെ ചില ഒരു ആയുധം കൊണ്ട് നടക്കും, ചെറിയ കൊച്ചുവാൾ. ഇങ്ങനെ അവരുടെ 5 കേസ് എന്ന സംഗതി ആട്ടെ. അപ്പോ അങ്ങനെയെങ്കിൽ അല്ലെങ്കിലും ആഭരണം പുരുഷന് വേണ്ട. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പാടില്ലാത്തത് തന്നെയാണ്, അത് ഹറാമായിട്ട് വരും. امين حمدا كثيرا طيبا مباركا فيه على كل حال. اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه. അർഹമർറാഹിമായ റബ്ബേ, ഞങ്ങൾ ഇൽമ് കുറഞ്ഞവരും അമല് കുറഞ്ഞവരും പാപങ്ങൾ വർദ്ധിച്ചവരും സാധുക്കളുമാണ് പടച്ചവനെ. അല്ലാഹുവേ, നിന്റെ അളമത്വം, നിന്റെ മഹത്വവും നിന്റെ ജലാലിയത്തും മനസ്സിലാക്കാതെ ജീവിച്ചു പോയ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സമയങ്ങളും ഞങ്ങൾക്ക് മാപ്പാക്കി തരണം റഹ്മാനെ. അല്ലാഹു, നിന്നെ അറിയാതെയും നിന്നെ കുറിച്ച് ചിന്തിക്കാതെയും ഞങ്ങൾ ജീവിച്ചു പോയ എല്ലാ സെക്കൻഡുകളും ഞങ്ങൾക്ക് മാപ്പാക്കി തരണേ റബ്ബേ. ഞങ്ങളുടെ തെറ്റുകൾ മാപ്പാക്കണേ റഹ്മാനെ.
ഞങ്ങൾ ഓരോരുത്തർക്കും മാപ്പ് ചെയ്തതാ റബ്ബേ. അല്ലാഹു നിന്റെ കവാടത്തിങ്ങൾ ഞങ്ങൾ മാപ്പിരക്കുകയാണ് പടച്ചവനെ. ഞങ്ങൾക്ക് മാപ്പാക്കി തരണം പടച്ചവനെ. ഞങ്ങളോട് ക്ഷമിക്കണേ പടച്ചവനെ. അല്ലാഹു ഞങ്ങളോട് ക്ഷമിക്കണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കും റബ്ബേ. ഞങ്ങളുടെ ഉസ്താദന്മാർക്ക് പുറത്തു കൊടുക്കും റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് ഇൽമ പഠിച്ച ആളുകൾക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ. ഞങ്ങൾ ആരിൽ നിന്നെല്ലാം ഇൽമ പഠിച്ചിട്ടുണ്ട് അവർക്ക് പുറത്തു കൊടുക്കും റഹ്മാനെ. ഞങ്ങളുമായി ബന്ധമുള്ള പരിചയമുള്ളവരും ഇല്ലാത്തവരുമായ അല്ലാഹുവെ, ഞങ്ങളെ സ്നേഹിക്കുന്ന ഇൽമുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന എല്ലാ മുഅ്മിനാത്തുകൾക്കും മഗ്ഫിറത്തും മർഹമത്തും നിന്റെ ബറക്കത്തും സലാമത്തും അമ്നും ഹിഫ്ദും എല്ലാം കൊടുക്കണേ പടച്ചവനെ. റഹ്മത്തുർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ അസുഖങ്ങളൊക്കെ ശിഫയാക്കി താ റബ്ബേ. അല്ലാഹുവേ, ഷഫീഖ് എന്നൊരു ചെറുപ്പക്കാരന് ദുആരക്കാൻ വേണ്ടി ഇവിടെ അപേക്ഷിച്ചു. അല്ലാഹുവേ, ചെറുപ്പക്കാരന് പരിപൂർണ്ണ ശിഫ നൽകുക റഹ്മാനെ. ക്യാൻസർ രോഗിയായ ഒരു സഹോദരിക്ക് വേണ്ടി ദുആരക്കാൻ വേണ്ടി അല്ലാഹുവേ ശിഫ നൽകണേ റഹ്മാനെ. ഇങ്ങനെ ഒരുപാട് ആളുകൾ ഈ സദസ്സിൽ ഇപ്പൊ മനസ്സുകൊണ്ട് ഓർക്കുന്ന എത്രയോ രോഗികൾ, അവർക്കൊക്കെ ശിഫ കൊടുക്കണേ അല്ലാഹു. ഞങ്ങൾ ഓരോരുത്തർക്കും അത്തരം അസുഖങ്ങളൊന്നും വരാതെ നീ കാക്കണേ റഹ്മാനെ. ഈ ഇൽമിന്റെ മജ്ലിസിന്റെ നിമിത്തമാക്കണേ പടച്ചവനെ. ഞങ്ങളിവിടെ ചെലവഴിച്ച സെക്കൻഡുകളും നിന്റെ കലാമും നിന്റെ ഹബീബിന്റെ വചനങ്ങളും കേട്ടതും പറഞ്ഞതും ഞങ്ങൾക്ക് ആഫിയത്ത് കിട്ടാൻ ഒരു കാരണമായി സ്വീകരിക്കണേ പടച്ചവനെ. അല്ലാഹു അപകടങ്ങളിൽ പെടാതെ കാക്കണേ റഹ്മാനെ. മാരക അസുഖങ്ങളുടെ വല്ല അണുക്കളും ഞങ്ങളുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ ഈ നിമിഷം അതിനെ എടുത്തു മാറ്റണേ റഹ്മാനെ. അല്ലാഹുവേ, ഒരു രോഗത്തിൽ നീ നൽകുന്ന സഹായമാണ്. ആ രോഗത്തിന്റെ ഏറ്റവും നല്ല ചികിത്സ എവിടെയോ അവിടെ എത്താനും ചികിത്സിക്കാനുമുള്ള സൗഭാഗ്യം ഞങ്ങൾ എല്ലാവർക്കും നൽകണേ പടച്ചവനെ. റഹ്മാൻ റഹീമായ റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിൽ വല്ല മുസീബത്തുകളും നീ എങ്ങാനും മുബറമായ ഖളാഇൽ നിശ്ചയിച്ച